ലീഡ്സ് ടെസ്റ്റിലെ തോൽവി ഇന്ത്യ ചോദിച്ചു വാങ്ങിയത്. പ്രൊഫഷണലിസം ഇല്ലാതെ മത്സരത്തെ സമീപിച്ചതാണ് ഇന്ത്യയുടെ പരാജയത്തിന് പ്രധാന കാരണം. നായകൻ ശുഭ്മാൻ ഗില്ലും അത് സമ്മതിക്കുന്നുണ്ട്. നിർണായക ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയതും വാലറ്റം ബാറ്റിങ്ങിൽ പൂർണ്ണമായി പരാജയപ്പെട്ടതുമാണ് തോൽവിയുടെ രണ്ട് പ്രധാന കാരണങ്ങൾ. രണ്ട് ഇന്നിങ്സിലും അമ്പേ പരാജയമായിരുന്നു ഇന്ത്യയുടെ വാലറ്റം. ലീഡ്സ് ടെസ്റ്റിൻ്റെ രണ്ടാം ഇന്നിങ്സിൽ 333-നെ 5 എന്ന നിലയിൽ നിന്നിരുന്ന ഇന്ത്യ 364-ന് ഓൾ ഔട്ട് ആകുകയായിരുന്നു. അതായത് അവസാന 31 റൺസ് എടുക്കുന്നതിനിടെ നഷ്ടമായത് 5 വിക്കറ്റുകൾ. ഷർദുൽ താക്കൂർ 12 പന്തിൽ 4, മുഹമ്മദ് സിറാജ് 1 പന്തിൽ 0, ജസ്പ്രീത് ബുംറ 2 പന്തിൽ 0, പ്രസിദ്ധ് കൃഷ്ണ 11 പന്തിൽ 0 എന്നിവർ കാര്യമായ സംഭാവനകൾ നൽകാതെ മടങ്ങി. അവസാന 4 പേർ ഇന്ത്യയുടെ സ്കോർ ബോർഡിലേക്ക് സംഭാവന ചെയ്തത് വെറും 4 റൺസ്. രണ്ടാം ഇന്നിങ്സിലും സ്ഥിതി സമാനമാണ്. അവസാന 4 വിക്കറ്റുകളിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ചത് 5 റൺസ് മാത്രം. 447-നെ 5 എന്ന നിലയിൽ നിന്ന് 24 റൺസിനിടെ ശേഷിക്കുന്ന 5 വിക്കറ്റുകളും നഷ്ടമായി. ഷർദുൽ താക്കൂർ 8 പന്തിൽ 1, ജസ്പ്രീത് ബുംറ 5 പന്തിൽ 0, മുഹമ്മദ് സിറാജ് 7 പന്തിൽ പുറത്താകാതെ 3, പ്രസിദ്ധ് കൃഷ്ണ 3 പന്തിൽ 1 എന്നിങ്ങനെയാണ് ഒന്നാം ഇന്നിങ്സിൽ നേടിയത്. മറുവശത്ത് ഇംഗ്ലണ്ടിലേക്ക് വന്നാൽ ഒന്നാം ഇന്നിങ്സിൽ അവസാന 4 വിക്കറ്റുകളിൽ നിന്ന് ലഭിച്ചതാകട്ടെ 72 റൺസ്. വാലറ്റത്തെ 4 പേർ ചേർന്ന് 9 ഫോറും 2 സിക്സുകളും നേടി. അവിടെയാണ് ഇന്ത്യയുടെ വാലറ്റം 4 പേർ ചേർന്ന് 10 റൺസ് തികയ്ക്കാൻ കഷ്ടപ്പെട്ടത്. ക്യാച്ചുകളുടെ കാര്യത്തിലും സ്ഥിതി ഇതുതന്നെ. ഇംഗ്ലണ്ടിൻ്റെ ഒന്നാം ഇന്നിങ്സിൽ ഇന്ത്യ കൈവിട്ടത് 6 ക്യാച്ചുകളാണ്. ഇന്ത്യ തോൽക്കാനുള്ള പ്രധാന കാരണം ഫീൽഡിംഗ് പിഴവുകൾ തന്നെ. ഒന്നാം ഇന്നിങ്സിൽ വെറും 6 റൺസാണ് ഇന്ത്യക്ക് ലീഡ് ലഭിച്ചത്. ക്യാച്ചുകളെല്ലാം കൃത്യമായി എടുത്തിരുന്നെങ്കിൽ ഇത് ചുരുങ്ങിയത് 100 റൺസിലെങ്കിലും നിന്നേനെ. ഇംഗ്ലണ്ടിൻ്റെ ഒന്നാം ഇന്നിങ്സിൽ ബെൻ ഡക്കറ്റ്, ഒലി പോപ്പ്, ഹാരി ബ്രൂക്ക് എന്നിവരുടെ ക്യാച്ചുകൾ ഇന്ത്യ നഷ്ടപ്പെടുത്തി. പിന്നീട് ബെൻ ഡക്കറ്റ് 94 പന്തിൽ 62, ഒലി പോപ്പ് 137 പന്തിൽ 106, ഹാരി ബ്രൂക്ക് 112 പന്തിൽ 99 എന്നിങ്ങനെ സ്കോർ ചെയ്തു. ഇവരാണ് ഇംഗ്ലണ്ടിനായി ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചെടുത്ത 3 പേർ. ക്യാച്ചുകൾ നഷ്ടപ്പെടുമ്പോൾ പോപ്പ് 60 റൺസിലും ഡക്കറ്റ് 15 റൺസിലുമായിരുന്നു. ഹാരി ബ്രൂക്ക് ആകട്ടെ 58 റൺസുമായി നിൽക്കുമ്പോഴാണ് അനായാസം സ്വന്തമാക്കേണ്ട ക്യാച്ച് ഇന്ത്യ നഷ്ടപ്പെടുത്തിയത്.